കൗമാര കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പത്തനംതിട്ട ജില്ലയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. പത്തനംതിട്ട ജില്ലാ കളക്ടർ നമ്മോടൊപ്പമുണ്ട്. സർ, അങ്ങ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണെന്നറിയാം. അവിചാരിതമായിട്ടാണ് കണ്ടത്. പത്തനംതിട്ടയിലെ കുട്ടികളും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെയും ഒരു പ്രതീക്ഷ എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ഇന്നലെ അറിയാം 63ാമത് സ്കൂൾ കലോത്സവം ഇന്നലെയാണ് അതിന്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയിൽ ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പല വേദികളിലും നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരുടെ എല്ലാം ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അവസരമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിൽ നല്ലൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണെന്നറിയാം, തിരക്കിലാണെന്നറിയാം. അങ്ങ് എപ്പോഴെങ്കിലും പഠനകാലത്ത് ഇത്തരം കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? പണ്ട് പങ്കെടുത്തിട്ടുണ്ട്. ചെറിയ ഡ്രാമ, നാടകം, അത്തരം കാര്യങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതുപോലത്തെ ഒരു പ്രൊഫഷണലി ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികളെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് വളരെ ടാലന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഇത്തരം വേദികളിൽ അവരുടെ ഇത്തരം ടാലന്റുകൾ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. സമയം കണ്ടെത്തി ഏതെങ്കിലും മത്സരങ്ങളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് കുറച്ച് തിരക്കിലാണ്. എന്നാലും സമയമുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു. അപ്പോൾ സമയമുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായും കലോത്സവ വേദിയിലേക്ക് എത്തും എന്നാണ് പറഞ്ഞത്. പത്തനംതിട്ട കളക്ടർ അദ്ദേഹം തിരക്ക് പിടിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അതിനിടയിലും അല്പസമയം റിപ്പോർട്ടർ ടിവിക്ക് അദ്ദേഹം തന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.